ഭജൻസ്. ഭജൻസ് എന്ന് പറയുമ്പോൾ അത് നന്ദഗോവിന്ദം കൊണ്ടുവന്നു. ഈ ഭജൻസ് ട്രെൻഡായി നിൽക്കുമ്പോഴും നന്ദഗോവിന്ദത്തിനെതിരെ ഒരു വലിയ ഹേറ്റ് ക്യാമ്പ് നടക്കുന്നു. എന്തോ രാഷ്ട്രീയ അജണ്ട. ഭജൻസ് പാടിയാൽ എന്താണ് പ്രശ്നം? തെറ്റായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു സമൂഹം ധർമ്മത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരുമെന്ന് ബോധ്യപ്പെടുന്ന ആളുകളാണ് ഈ ഭീഷണിയായിട്ടും അതിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിനായിട്ടൊക്കെ നടക്കുന്നത്. ഈ ഒരു ഹൈന്ദവ ധർമ്മത്തിൽപ്പെട്ട ആളുകൾ എപ്പോഴും ഭിന്നിച്ച് നിൽക്കണം. ഇതിന്റെ മഹത്വം അവർ മനസ്സിലാക്കരുത്. ഒരിക്കലും അവർക്ക് ഈ ഒരു ധർമ്മത്തിന്റെ മേൽ ഒരു അഭിമാനം തോന്നരുത്. അവരാ ധാരണ ഉണ്ടാക്കിയെടുത്തത് വർഷങ്ങളുണ്ടാണ്. ആ ധാരണകളൊക്കെ ഇങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിലിൽ പൊലിഞ്ഞു പോകുന്ന പോലെ ഒറ്റയടിക്ക് പൊലിഞ്ഞു പോകുന്നത് കാണുമ്പോൾ ഉണ്ടാവണ വിഷമം കൊണ്ടാണത് പറയുന്നത്. ആ ശ്രീരാമന് ജയ് എന്ന് വിളിക്കുന്നത് ഇവിടെ വലിയ കുറ്റായിരുന്നു. അതായത് ജയ് ശ്രീറാം എന്നുള്ളത് ഒരു ആള് വന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അയ്യപ്പൻ മാളികപ്പുറത്തമ്മ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കഴിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നമസ്കാരം, അവാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി അവാക് മീഡിയയുടെ കുടുംബാംഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ വ്യാസനാണ് അതിഥി. നമസ്തേ. നമസ്തേ. ഉത്സവ സീസണുകൾ ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടേണ്ടി വന്നു. ഡേറ്റ് ഇല്ല, ഏപ്രിൽ വരെ. അങ്ങനെയല്ല, അതൊന്നും അഹങ്കാരമായിട്ടൊന്നല്ല. അല്ല, അഹങ്കാരമല്ല, അത് സത്യമാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ മാനേജ് ചെയ്യുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ കാരണം ഉണ്ടാവുന്നു. അതായത് ഡേറ്റ് ഉണ്ടോയെന്ന് വെച്ച് വിളിക്കുന്നു. ഞാൻ ഒന്നാമത് ജോലി ചെയ്യുന്നുണ്ട്, അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. വിദേശത്ത് നിന്ന് 2 പ്രോഗ്രാംസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ പിന്നെ ആളുകൾക്ക് താല്പര്യം, നമുക്ക് അടുത്തൊരു തവണ അവിടെ പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഇപ്രാവശ്യം ഞാനാണ്. എന്നെ വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ അവരോട് പറയുന്നത് എനിക്ക് അവിടെ വരാനുള്ള ഭാഗ്യമില്ല എന്നുള്ളതാണ്. അടുത്തൊരു തവണ സാധിക്കട്ടെ. അതിനർത്ഥം വ്യാസൻ പറയുന്ന കഥകൾ അത്രത്തോളം ജനങ്ങൾ നെഞ്ചേറ്റുന്നുണ്ട്. വ്യാസനെ ഒരിക്കലും അതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ്. സന്തോഷം. എന്നെ വിളിക്കുന്നവരോടൊക്കെ സന്തോഷം. പോകാൻ പറ്റുന്നിടത്തൊക്കെ പോകാൻ സാധിക്കുന്നു. ഇപ്പോൾ നാളെ അമ്പലപ്പുഴ പോകുന്നു. ഇതിനിടയിൽ കിട്ടിയ വിചാരിതമായി കിട്ടിയ ചില നിമിഷങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. വ്യാസൻജി, ജെൻസികളുടെ ട്രെൻഡ് മാറുന്നു. ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ഈ പുതിയ തലമുറയിലുള്ള കുട്ടികൾ വളരെ നല്ല കുട്ടികളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ പരിചയിക്കുന്ന എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ ഞാൻ ചെല്ലുന്ന അമ്പലങ്ങളിൽ ഞാൻ കാണുന്ന പുതിയ തലമുറയുടെ കുട്ടികൾ, അവർ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളാണ്. അവരവരോട് ചോദിക്കേട്ടാ, എന്താണ് ഈ തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഏട്ടാ ഞങ്ങൾ അമ്പലത്തിൽ വരുന്നത്? ആ ഒരു കുട്ടിയുടെ ചോദ്യത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അവൻ ഈ ധർമ്മത്തിൻ്റെ ഒപ്പം നിൽക്കണോ അതോ പുറത്തേക്ക് പോകണോ എന്ന് ചിന്തിക്കുന്നത്. നീ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നീ കുരുത്തം കെട്ടവനെ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കരുതെന്ന് പറഞ്ഞ് തീർന്നു. പിന്നെ അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് ക്ഷേത്ര ചൈതന്യം എന്താണെന്നും വിഗ്രഹത്തിലുള്ള ചൈതന്യത്തിൻ്റെ മഹാത്മ്യം എന്താണെന്നും ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറങ്ങി നിൽക്കുന്ന ബ്രഹ്മത്തെ എങ്ങനെയാണ് വിഗ്രഹത്തിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കുന്നത് പറഞ്ഞു കൊടുക്കാനുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവ് നമുക്കില്ലാത്തോടത്തോളം കാലം നമ്മൾ ജൻസികളെ നോക്കി നമ്മൾ ഇവർ മോശമാണ്, ഇവർ ഭക്തിയില്ലാത്തവരാണ് എന്നൊക്കെ പറയും. ഇത് അറിവുള്ള ഒരുത്തൻ ഒരിക്കലും അവരങ്ങനെ പറയില്ല. അവരെ കൂടി ഈ ധർമ്മത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനേ നോക്കുള്ളൂ. അതുകൊണ്ട് നല്ല കുട്ടികളാണ്. വ്യാസനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ കൗമാരക്കാരായും യുവപ്രായത്തിലുള്ള ആളുകളും ഒക്കെ ഒരുപാട് പേരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യാസൻ്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ. കാര്യം ഈ ചില സമയത്ത് വ്യാസനെ ബുക്ക് ചെയ്യാൻ വിളിക്കുന്ന നമ്പറുകളിൽ കിട്ടാതാകുമ്പോൾ അവാക് മീഡിയ നമ്പറുകളിലേക്കൊക്കെ ചില ആളുകൾ വിളിക്കാറുണ്ട്. വ്യാസൻ്റെ ഡേറ്റ് കിട്ടുമോ, ഏത് നമ്പറിലാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇതിൽ വിളിക്കുന്ന പലപ്പോഴും യുവാക്കളാണ് വിളിക്കുക. അപ്പോൾ ഞാൻ അമ്പല കമ്മിറ്റി അല്ല ചേട്ടാ, ഞങ്ങളുടെ ക്ലബിൻ്റെ പരിപാടിയായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ വ്യാസൻ്റെ പ്രഭാഷണങ്ങൾ പോലെ തന്നെ ട്രെൻഡായിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭജൻസ് എന്ന് പറയുമ്പോൾ അത് നന്ദഗോവിന്ദം കൊണ്ടുവന്നു. പിന്നീട് അത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ചേർന്ന് ഏറ്റെടുത്ത് ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിൽ. അതെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ മീറ്റിംഗ് എടുത്തപ്പോൾ ചിത്രയോട് പറയായിരുന്നു, ചിത്ര നന്നായി പാടും, സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിത്രയോട് പറഞ്ഞു, ചിത്രേ, ആൺകുട്ടികളുടെ ഭജൻസ് ഉണ്ട്, പെൺകുട്ടികളുടെ ഭജൻസ് ഉണ്ട്, മിക്സഡായിട്ടുണ്ട് വൈറലായ ഭജൻസ് ഇല്ല. വേണമെങ്കിൽ ഒരു 3-4 പേരെ വെച്ചൊന്ന് പ്ലാൻ ചെയ്ത് നോക്കുക കേട്ടോ, ഇപ്പോൾ ട്രെൻഡാണ് എന്ന് പറയുന്നുണ്ടായി. പക്ഷേ ഈ ഭജൻസ് ട്രെൻഡായി നിൽക്കുമ്പോഴും നന്ദഗോവിന്ദത്തിനെതിരെ ഒരു വലിയ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നത്. എന്തോ രാഷ്ട്രീയ അജണ്ട ആളുകളുടെ മസ്തിഷ്കങ്ങളിലേക്ക് ഇത് കുത്തിവെക്കുന്നു എന്നുള്ളതാണ്. ഭജൻസ് പാടിയാൽ എന്താണ് പ്രശ്നം? ഭജൻസ് പാടിക്കഴിഞ്ഞാൽ ഒരു സമൂഹം തെറ്റായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു സമൂഹം ധർമ്മത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരുമെന്ന് ബോധ്യപ്പെടുന്ന ആളുകളാണ് ഈ ഭീഷണിയായിട്ടും അതിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിനായിട്ടൊക്കെ നടക്കുന്നത്. കാരണം ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ താല്പര്യമാണ് ഈ ഒരു ഹൈന്ദവ ധർമ്മത്തിൽപ്പെട്ട ആളുകൾ എപ്പോഴും ഭിന്നിച്ച് നിൽക്കണം. ഇതിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കരുത്.
ഒരിക്കലും അവർക്ക് ഈ ഒരു ധർമ്മത്തിൻ്റെ മേൽ ഒരു അഭിമാനം തോന്നരുത് എന്നൊക്കെയുള്ള ഒരു ഹിഡൻ അജണ്ട വെച്ച് പുലർത്തുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ആ ധാരണ ഉണ്ടാക്കിയെടുത്തത് വർഷങ്ങൾ കൊണ്ടാണ്. അവരുടെ ഒരു പ്രയത്നം എന്ന് പറയുന്നത് ചെറിയ കാലഘട്ടം കൊണ്ടല്ല. അതിനെ ഒരു വറ്റം യുവാക്കൾ വന്നിരുന്ന് പാടുന്ന സമയത്ത് ആ ധാരണകളൊക്കെ ഇങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിലിൽ പൊളിഞ്ഞു പോകുന്ന പോലെ ഒറ്റയടിക്ക് പൊലിഞ്ഞു പോകുന്നത് കാണുമ്പോൾ ഉണ്ടാവണ വിഷമം കൊണ്ടാണത് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാം, ഇപ്പം നമ്മളൊക്കെ തന്നെ ആരാധിക്കുന്ന ഈശ്വരനാണ് ശ്രീരാമൻ, അല്ലേ? ശ്രീരാമനെ നമ്മൾ കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട്, മര്യാദാ പുരുഷോത്തമനായിട്ട്, എന്തിന് മഹാത്മജി പോലും ഏറ്റവും അധികം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളിൽ ഒന്നാണ് ശ്രീരാമൻ. ആ ശ്രീരാമന് ജയ് എന്ന് വിളിക്കുന്നത് ഇവിടെ വലിയ കുറ്റായിരുന്നു. അതായത് ജയ് ശ്രീറാം എന്നുള്ളത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യാണെന്നുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ താല്പര്യത്തിന് മുകളിലൊരു ക്യാമ്പയിനാണത്. അത് പറഞ്ഞ് അവസാനം സാധാരണ മലയാളിക്ക് പോലും തോന്നി ഈ ജയ് ശ്രീറാം എന്തോ മോശമാണ് എന്നുള്ളൊരു ക്യാമ്പയിൻ വരെ എത്തി. അവിടെയാണ് നന്ദഗോവിന്ദത്തിന്റെ ഒരു ഇടപെടൽ കൊണ്ട്, അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ഭജന സംഘങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഇന്ന് സിയാപതി രാമചന്ദ്രക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ജയ് എന്ന് ഉറക്കെ വിളിക്കുന്നു. ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ ബുദ്ധിമുട്ടിന് എന്തെങ്കിലും നല്ല അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഓയിൽമെന്റ് വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ പുരട്ടുക എന്നുള്ളതേ നിർത്തിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെ അഡ്മിറ്റ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ അതിനെതിരെ നമ്മൾ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ശോഭനായിട്ടുള്ള രീതിയിലേക്ക് മാറില്ല. അതുകൊണ്ട് ഈ ഉണ്ടാവുന്ന മാറ്റം, എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതൊരിക്കലും ട്രെൻഡായിട്ട് മാറരുത്. ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഫുൾ ജാർ സോഡ ട്രെൻഡായിരുന്നു, അങ്ങനെ കുറെ ട്രെൻഡുകൾ ഉണ്ടായിരുന്നല്ലോ അല്ലെ, ഇടയ്ക്കിടയ്ക്ക് വെച്ച് ബൺ മസ്ക ട്രെൻഡായിരുന്നു. ട്രെൻഡ് തുടങ്ങി അവസാനിക്കും, അതിൽ കാര്യമില്ല. ഇത് എനിക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ഈ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ഞാൻ അതിനെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കി കാണുന്നത്. എങ്ങനെയാണോ പ്രഭാഷണങ്ങൾക്കും അതുപോലെ തന്നെ ഭജനകൾക്കും ഒക്കെ തന്നെ താല്പര്യം ആളുകൾക്ക്, അതൊരിക്കലും മറ്റുള്ള കലാരൂപങ്ങളുടെ സ്പേസ് ഇല്ലാണ്ടാക്കിയിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും അതിന് ഗാനമേള കേൾക്കേണ്ടവർ ഗാനമേള കേൾക്കുന്നുണ്ട്, റാപ്പ് കേൾക്കേണ്ടവർ റാപ്പ് കേൾക്കുന്നുണ്ട്. ഭജനയ്ക്ക് ആളുകൾ വരുന്നു, അത് നല്ല കാര്യമാണ്. അതിന് അങ്ങനെ സ്വീകരിക്കുക, കൂടുതൽ വേദികൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ്. അല്ല, എനിക്ക് തോന്നുന്നു വ്യാസൻജി, നിങ്ങൾ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട കുറേ പ്രഭാഷകർ, നന്നായി പ്രഭാഷണം ചെയ്യുന്ന ഒരുപാട് പേർ, അങ്ങേ പറഞ്ഞു, ഞാൻ ആരുടെയും പേരെടുത്ത് പറയാം, ഒരാളുടെ പറഞ്ഞാൽ മറ്റൊരാളുടെ പേര് പറയാൻ വിട്ടുപോയാൽ പിന്നെ അത് സങ്കടമാവും. അതുകൊണ്ടാണ്. ഇതിനു മുമ്പൊരു കാലം ഉണ്ടായിരുന്നു, ഉത്സവപ്പറമ്പുകളിൽ പ്രഭാഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞ് പഴകി അവസാനം ഈ പ്രഭാഷണങ്ങൾ എന്ന് പറയുന്ന പരിപാടി ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം മാത്രമായിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊക്കെ ഒരു 8 വർഷക്കാലം ഒരു തിരുവിതാംകൂർ ദേവസ്വം കീഴിലുള്ള ക്ഷേത്രത്തിൽ ഉപദേശ സമിതി അംഗമായിരുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളൊക്കെ പരിപാടികൾ ചാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പിട്ട് 5 മണി തൊട്ട് 6 മണി വരെ സ്റ്റേജ് വെറുതെ കിടക്കുമല്ലോ, ആദ്യം നമുക്കൊരു പ്രഭാഷണം അങ്ങിട്ടാണ്, അതാവുമ്പോൾ 1,000-2,000 രൂപ എടുത്ത ഒരാളെ കിട്ടും. ഈ ആറ്റിറ്റ്യൂഡിൽ പ്രോഗ്രാമുകൾ ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയാണ് അതിന് ഒരു മാറ്റം ഉണ്ടാക്കുന്നത്. നിങ്ങളെപ്പോലെയൊക്കെയുള്ള കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ആളുകളെ മനസ്സിലാക്കി ഇതൊരു പ്രൈം പ്രോഗ്രാമായി മാറി. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വ്യാസൻജിയുടെ ഒരു ഡേറ്റിന് വേണ്ടി വിളിച്ചു. നമ്മുടെ ഒരു സപ്താഹമാണ്, അങ്ങേക്ക് വേണ്ടിയിട്ട് 2-3 ദിവസങ്ങൾ അവർ മാറ്റാൻ തയ്യാറായിട്ടാണ് സംസാരിക്കുന്നത്, വ്യാസനെ വേണം എന്ന അർത്ഥത്തിൽ. അപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ, കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തെ പ്രോഗ്രാമുകളിൽ എന്നോട് ഒരു പ്രമുഖനായ ഒരു ഫിലിം പ്രൊഡ്യൂസർ അജിത് വിനായക വിളിച്ച് പറയണ, പേരറിയില്ല കേട്ടോ, പുള്ളി ദുബായിലായതുകൊണ്ട്, എന്നോട് ഇങ്ങനെ പറയണേ, ഇവിടെ പാലക്കാടുള്ള ഒരു പയ്യനുണ്ടല്ലോ, ഒരു ടെക്കി പ്രഭാഷണം പറയുന്ന, പുള്ളിയുടെ ഡേറ്റ് വേണം. അവൻ 8 പേരെ ഞാനാ കൊടുത്തേക്കുന്നത്, 10 പേരിൽ 8 പേരെ ഞാനാ കൊടുത്തു, അതിലൊന്ന് ഇദ്ദേഹം വേണം. ഞാൻ പറഞ്ഞു, വ്യാസനാണോ? എനിക്ക് പേരറിയില്ല, കൊട്ടാരക്കരയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വ്യാസൻജിയെ വിളിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഡേറ്റ് കൊടുക്കാനില്ല. അതിന് തൊട്ടടുത്ത് മുമ്പ് കൊട്ടാരക്കരയിലുണ്ട്. പക്ഷെ വ്യാസൻജി വന്ന് കൊട്ടാരക്കര ഗണപതിക്കും പടിഞ്ഞാറ്റിൻകര മഹാദേവനും അടക്കം നന്ദി പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. എൻ്റെ പേരും പറഞ്ഞതിൽ നന്ദി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതല്ല, ഇത്തരത്തിൽ ഡിമാൻഡുകളിലേക്ക് പ്രഭാഷണങ്ങൾ മാറുന്നൊരു സാഹചര്യം എന്നുണ്ട്. ഇത് നോക്കിക്കാണുമ്പോൾ എങ്ങനെയാ തോന്നുന്നത്? ഞാൻ പ്രഭാഷണങ്ങളെ കാണുന്നത് ഒരു എന്റർടൈൻമെന്റ് അല്ല. പ്രഭാഷണവും ഭജനയൊന്നും പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും ഇതൊന്നും എന്റർടൈൻമെന്റ് അല്ല. ഉള്ളിലൂടെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തുന്നത്. അതാണ് മറ്റുള്ളവർ പേടിക്കുന്നത്, അതാണ് പേടിക്കുകയും ചെയ്യുന്നത്. അതായത് ഇപ്പൊ അവര് പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അല്ല സത്യം പറഞ്ഞ പ്രഭാഷണം ക്യാമ്പയിൻ അല്ലെ ഭജനയൊക്കെ. സത്യാവസ്ഥ പറയാന്നുള്ളതാണ്, എതിരെ ക്യാമ്പയിൻ അല്ല. സത്യാവസ്ഥ പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താൻ നോക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പം ഒരു ആൾ വന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അയ്യപ്പൻ മാളികപ്പുറത്തമ്മ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കഴിച്ചില്ലല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ ഈ ഒരു കാലത്ത് കന്യായപ്പന്മാർ പോയില്ലല്ലോ, അതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു കോൺടാക്ട് വരുമ്പോൾ ഒരു കുട്ടി അത് ശരിയാണല്ലോ എന്ന് ആലോചിച്ച് നിൽക്കേണ്ട ഒരു കുട്ടിയോട് നമ്മൾ പറയുന്നു, മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ഭഗവാന്റെ അമ്മയുടെ സ്ഥാനമുള്ള ദേവതയാണ്,
അല്ലാണ്ട് ഈ ചരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പൊന്നും അവിടെ ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഒരു ക്യാമ്പയിൻ അവർ കാലങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് തകർന്നു വീഴുന്നത്. അപ്പം അതുകൊണ്ട് ഈ പ്രഭാഷണങ്ങളായാലും ഭജനയാണെങ്കിലും ഒക്കെ ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഒരു ചോദ്യങ്ങൾക്ക് മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഇന്നൊരു മൂവ്മെന്റ് അതിനെതിരെ ഉണ്ടാവുന്നുണ്ട്, അതിനോട് അനുകൂലിച്ചും ഉണ്ടാവുന്നുണ്ട്, എതിരെ ഉണ്ടാവുന്നുണ്ട്. ആ അനുകൂലിച്ച് ഉണ്ടാവുന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോകുന്നു. ഞാൻ തന്നെ എല്ലാ പ്രഭാഷണങ്ങളിലും പറയാറുണ്ട്, എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്ന ആളുകളോട് എനിക്ക് കാർഡിലായിട്ട് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറയാനേ ഉള്ളൂ. അവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം അവരൊക്കെ എന്നേക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള അറിവുള്ള ആൾക്കാരാണ്. എനിക്ക് എൻ്റെ അറിവുകൾ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കും. കാരണം അവരെ കൊണ്ടാണ് നമുക്ക് താല്പര്യം, അവരെ കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഒരു ധർമ്മത്തിൻ്റെ അടുത്ത കാലത്തെ നിർവചിക്കാനുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്വീകാര്യത ഭജനയ്ക്കും പ്രഭാഷണങ്ങൾക്കും കിട്ടുന്നു എന്നുള്ളത് ഗുരുവായൂരപ്പന നിശ്ചയം. അല്ല, ഇതില് മറ്റൊന്നും കൂടിയുണ്ട് വ്യാസൻജി. ഈ നന്ദഗോവിന്ദം ഭജൻസിനെ എതിർക്കുന്ന ആളുകൾ ഇപ്പം ജയ് ശ്രീറാം വിളിക്കുന്നത് കൊണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന ഇടുങ്ങിയ ചിന്താഗതിയുള്ള ചില ആളുകളാണ്. ഇവർ അപ്പുറത്തേക്ക് ഞാൻ പറയാം, കാവി എന്ന് പറയുന്ന കളർ ഭഗവാന്റെ ധ്വജത്തിന്റെ കളറാണ്. ഈ ധ്വജം എന്ന വാക്ക് ഉപയോഗിച്ചാൽ തന്നെ അവരെ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ ആളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് പോവുകയും അവരതിനെ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങയോട് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ പോലും ഞാൻ പറയാണ്, ഇതങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ ഹൈന്ദവ ജനത നമ്മുടെ നാട്ടിലുണ്ട്. അവരിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ പറഞ്ഞ പോലെ ഭജൻസിന് സാധിച്ചിട്ടുണ്ട്. ഈശ്വരനാമം മുഴങ്ങി കിടക്കേണ്ടത് എല്ലാം വേണം. ആഘോഷം കൂടിയാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. ആഘോഷവും ആചാരവും കൂടി ചേരുമ്പോഴാണ് ഉത്സവം. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എല്ലായിടത്തും നിങ്ങൾ അവിടേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ആചാരപരമായ ഇമ്പോർട്ടൻസ് ആണ് മുഴുക്ക നിൽക്കെങ്കിലും കൊല്ലം ജില്ലയിലേക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആഘോഷത്തിലാണ് നമ്മൾ മെയിൻ. ബാക്കിയുള്ളത് നടക്കും ഉള്ളിൽ, ആചാരപരമായ കാര്യങ്ങൾ ഉള്ളിൽ നടക്കും. ഞങ്ങൾ ആഘോഷത്തിലാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ അതൊക്കെ മാറി ഇത്തവണ തന്നെ കഴിഞ്ഞ മുന്നത്തെ തവണ വ്യാസൻജി വരാൻ പറ്റി. ഇത്തവണ തന്നെ അവർക്ക് നന്ദഗോവിന്ദം ഭജൻസ് ആണ് അവർ ചോദിച്ചു വിളിച്ചത് പ്രോഗ്രാമിന്. പക്ഷെ അവർക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അവിടെ കണ്ണൻ ജീനാഥ് കലാകാരൻ, ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്തു, ബുക്ക് ചെയ്തു, അദ്ദേഹം വരുന്നുണ്ട് പ്രോഗ്രാം. അത്തരം പരിപാടികളിലേക്ക് മുഴുവനായിട്ട് മൈൻഡ് സെറ്റ് മാറി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ നന്ദഗോവിന്ദം ഭജൻസുമായിട്ട് വ്യാസൻജിക്ക് നല്ല ബന്ധമുണ്ടെന്ന് തോന്നുന്നു. നവീൻ ശ്രീലാല്, രാജേഷ് എല്ലാവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. വളരെ അവരുടെ 2 പ്രോഗ്രാം എന്നെ വിളിച്ചത് ഞാൻ പോയിരുന്നു. തൃശ്ശൂർ കൺസേർട്ടിന് പോയിരുന്നു, പാലക്കാട് കൺസേർട്ടിന് പോയിരുന്നു, മറ്റുന്നിടത്തേക്കൊക്കെ വിളിക്കാറുണ്ട്. നല്ല അടുത്ത ബന്ധമാണ്. എനിക്ക് തോന്നുന്നതേ വ്യാസൻജി പ്രഭാഷണങ്ങളുടെ അപ്പുറത്ത് നിന്ന് മറ്റൊരു തലത്തിലേക്ക് വ്യാസൻജി പ്രഭാഷണത്തെ കൊണ്ടുപോകുന്നു. നിങ്ങൾ ഗുരുവായൂരിലെ പ്രോഗ്രാം എന്നെ വിളിച്ചിരുന്നത് എനിക്ക് വരാൻ പറ്റിയില്ല. അടുത്തിടെയും അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് വയലിനും ഒക്കെ വെച്ചിട്ട് വേറൊരു എന്താണ് ആ കൺസെപ്റ്റ് എന്താ? അതിന്റെ ഇൻസ്പിറേഷൻ ആക്ച്വലി നന്ദഗോവിന്ദത്തിൽ തന്നെയാണ്. ഒരു കണക്ട് എന്നാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവിടെ ഭജൻ കണക്ട് ആണ് അവിടെ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു സത്സംഗ് കണക്ട് എന്നാണ് അതിന് പേരിട്ടിരുന്നത്. ഗുരുവായൂരായതുകൊണ്ട് അതിന് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ രാധാമാധവ് എന്ന പേരിലാണ് നടത്തിയത്. അതിൻ്റെ അടുത്ത 2 ചാപ്റ്റേഴ്സ് അവിടെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു, ഒന്ന് കൊച്ചിയിലും തിരുവനന്തപുരത്തും. അപ്പോൾ അതിൻ്റെ ഒരു സ്പോൺസറൊക്കെ അന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വീഡിയോകൾ അത്യാവശ്യം വൈറലായ സമയത്ത് അതിൻ്റെ എൻക്വയറീസ് വരാൻ തുടങ്ങി. ഇങ്ങനെ ഉള്ള ഈ പ്രോഗ്രാം ലഭിക്കൂ, അതിൽ പ്രഭാഷണമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മ്യൂസിക്കൽ എലമെൻറ്റ്സ് കൂടിയുണ്ട്. ഇപ്പോൾ വൈഷ്ണവ് എന്ന് പറയുന്ന വളരെയധികം ടാലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, എൻ്റെ നാട്ടുകാരനാണ് വൈഷ്ണവ് കല്ലാറ്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള വിവേക് പരിയാരംപറ്റ മൃദംഗം പെർക്കഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഒരു ഭഗവാന്റെയും യശോദയുടെയും കഥ പറയുമ്പോൾ നമുക്ക് റീലിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ഉണ്ട്. ഇവിടെ പ്രഭാഷണങ്ങൾ ഇൻഫിനിറ്റ് മ്യൂസിക് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ യശോദയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വൈഷ്ണവിൻ്റെ ഒരു മനോധർമ്മം ഉപയോഗിച്ചുകൊണ്ട് ഈ എന്നത്തവം ചെയ്തതിനെ യശോദ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ എൻ്റെ വാക്കുകൾക്ക് ഇത്തിരി ശക്തി കുറഞ്ഞാലും ആ മ്യൂസിക്കിൻ്റെ പവർ കൊണ്ട് അത് ആളുകളിലേക്ക് എത്തുകയും അത് വളരെയധികം നല്ലൊരു സക്സസ് ആയിരുന്നു ആ പ്രോഗ്രാം. അപ്പം അതുകൊണ്ട് ഒരു സത്സംഗ് കണക്ട് എന്ന പേരിൽ ആ ഒരു പ്രോഗ്രാം ഇപ്പോൾ പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം തിരുവായ്പൂർ ക്ഷേത്രം പത്തനംതിട്ടയിൽ അവർക്ക് മഹാദേവനെ കുറിച്ച് അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ശിവദം എന്ന പേരിൽ അത് ചെയ്തു. ഇനി പരിയാരംപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ അത് സൗപർണിക എന്ന പേരിൽ അത് ചെയ്യുന്നു. തൃപ്പൂണിത്തറന്നുള്ളൊരു ക്ഷേത്രത്തിൽ വീണ്ടും പൂർണ്ണത്രയീശുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ അത് ചെയ്യുന്നു. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പ്രഭാഷണത്തിൽ ഇപ്പം ഞാൻ കണക്ട് ചെയ്യിക്കാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഇൻട്രാക്ട് ചെയ്യാറുണ്ട്, ഓരോ അമ്മമാരുടെ പേരെടുത്ത് വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്. എനിക്ക് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാണ്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ചില ആളുകൾ ഇതിനോട് തയ്യാറല്ല, അവരൊരു മടി കാണിച്ച് പുറകിലേക്ക് ഇരിക്കുന്ന, അവരെ കണക്ട് ചെയ്യാൻ മ്യൂസിക് കൊണ്ടാണ് സാധിക്കുള്ളൂ. എനിക്ക് ഫ്രണ്ടിലത്തെ 2-3 റോ ആണ് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏറ്റവും അവസാനത്തിരിക്കുന്ന ആൾ വരെ മ്യൂസിക് കൊണ്ട് കണക്ട് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ മ്യൂസിക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഈവൻ വയലിനാണെങ്കിൽ പോലും ഒരു നേരമെങ്കിലും കാണാതെ വയ്യേണ്ട ഗുരുവായൂരപ്പ എന്ന് വായിക്കുമ്പോൾ അവരെല്ലാവരും പതിയെ അവരുടെ ശബ്ദം കൊണ്ട് അത് പാടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അവരൊക്കെ ഈ കണക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത്.
ഗുരുവായൂരപ്പനെ കഴിച്ച ആൾക്കാർക്ക് വളരെ നല്ല അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ പ്രഭാഷണങ്ങൾ ബുക്ക് ചെയ്തവർ അല്ലെങ്കിൽ ഇത്തവണ ബുക്ക് ചെയ്തവർ അടുത്ത തവണ ഈ കണക്റ്റിലേക്ക് അടുത്ത അപ്ഡേറ്റഡ് വേർഷൻസിലേക്ക് വരും എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഈ നന്ദഗോവിന്ദത്തിന്റെ ഭജൻസ് ലുലുവില് നടന്നു, കോഴിക്കോട്. അപ്പം രാവിലെ തന്നെ ഭാര്യ എടുത്തുകൊണ്ട് ഇതേ ലുലുവില് നന്ദഗോവിന്ദം. അപ്പം പുള്ളിക്കാരി ഇതിന്റെ വലിയ ഫാനാണ്. അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ കാണുന്ന റീലുകൾ ഈ വലിയ ഈ മതിലുകൾ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് താൽക്കാലിക, ഇതിന്റെ ഇടയിലൂടെയൊക്കെ ആളുകൾ ഒളിഞ്ഞു. ഞാൻ ഈ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു. അവസാനമാണ് ഇത് ഭജൻസ് കേൾക്കാൻ വേണ്ടി ടിക്കറ്റഡ് പ്രോഗ്രാം ആയിരുന്നല്ലോ, ഒളിഞ്ഞു നോക്കുന്ന സാഹചര്യം. അതിൽ ഏറ്റവും രസകരമായ രസം എന്ന് വെച്ചാൽ ഒരാളിങ്ങനെ ഫ്ലാഷ് ലൈറ്റ് കത്തിക്കുമ്പോൾ ചെഗുവരയുടെ പടമാണ് പുള്ളിയുടെ സ്ക്രീൻ സേവർ. അതൊക്കെ കുറെ ട്രോളുകളായിട്ട് വരുന്നുണ്ട്, തമാശയായി മാത്രം എടുക്കാൻ പറ്റും. എന്തായാലും ജനങ്ങളെല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വ്യാസൻജി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രാവിലെ ഭാര്യ ഒരു പേര് അയച്ചു തന്നു. ഞാൻ വീഡിയോയിൽ പറയാൻ വേണ്ടി അയച്ചു തന്നെയല്ല. നിരഞ്ജൻ എന്ന് പറയുന്ന കുട്ടി അങ്ങയുടെ വ്യാസൻജിയുടെ വലിയ ആരാധകനാണ്. എനിക്ക് ആരാധകരില്ല. അങ്ങനെയല്ല കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഭാര്യയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറിന്റെ മകനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബാക് മീഡിയയിലൂടെ വ്യാസൻജിയുടെ വീഡിയോ കണ്ടിട്ട് വ്യാസൻജിയെ പിന്നെ അല്പം എന്നെയും ഇഷ്ടമാണ് അവനെന്നാണ് പറഞ്ഞത്. അപ്പൊ വ്യാസൻജിയോട് പറയണം എന്ന് പറഞ്ഞു. ഞാനത് എപ്പിസോഡിൽ തന്നെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. നിരഞ്ജനോട് എല്ലാ സ്നേഹം അറിയിക്കുന്നു വീഡിയോ കൂടെ. ഓക്കെ വ്യാസൻജി, എന്തായാലും വ്യാസൻജി അബാക്കിൽ വരുമ്പോൾ ആളുകൾ എന്തെങ്കിലും ഒരു കഥ പ്രതീക്ഷിക്കും. കഥയാനുഭവമൊക്കെയാണ് നമുക്ക് പറയാൻ താല്പര്യമാണ് എല്ലാവർക്കും. കഥകളിലൂടെ ഇപ്പോൾ പറയുന്ന സമയത്ത് ഭഗവാന്റെ ഈ നാമസങ്കീർത്തനങ്ങളുടെ പ്രാധാന്യമാണ് ഇപ്പോൾ എല്ലാവരും ഭജനാണെങ്കിലും പ്രഭാഷണമാണെങ്കിലും സത്സംഗമാണെങ്കിലും അവിടെയൊക്കെ ചെയ്യുന്നത് നാമസങ്കീർത്തനങ്ങളുടെ ഒരു പ്രാധാന്യം കൊടുക്കുക. നാമം മുഴങ്ങുന്ന സ്ഥലത്ത് അധർമ്മം ഉണ്ടാവില്ല എന്നാണ്. ഇപ്പോൾ ഭാഗവത്തിൽ തന്നെ പൂതന എന്ന് പറയുന്ന രാക്ഷസി അവർ ഈ ശിശുഘാതകയാണ്. വീടുകളിൽ കയറി ചെന്ന് കുട്ടികളെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. ഭാഗവത്തിൽ പറയുന്നുണ്ട് പുരാണശ്രവണം നടക്കണ വീടുകളിലേക്ക് ഇവർ കയറില്ല അത്രേ. പുരാണശ്രവണം ഇല്ലാത്ത വീടുകളിലേക്ക്, സത്സംഗം നടക്കാത്ത, നാമജപ പ്രാധാന്യം ഇല്ലാത്ത വീടുകളിലാണ് ആര് കയറുന്നത്? പൂതന കയറുന്നത്. പൂതന കയറി അവിടുത്തെ കുട്ടികളെ കൊല്ലുന്നതാണ് ഭാഗവതം പറയുന്നത്. ഭഗവാനുള്ള സ്ഥലത്ത് നാമജപം ഉണ്ടായിരുന്നില്ലെങ്കിലും ഭഗവാൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവിടെ കയറി പോകുന്നത്. അത് വേറെ കാര്യം. അപ്പം എന്തായാലും ഈ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഭാഗവത്തിൽ അജാമിളൻ്റെ കഥ പറയും. അത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. അത് മുഴുവൻ കഥ കേട്ടിട്ട് പറയുന്നതാണ് നല്ലത്. അജാമിളൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാം.